ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വേലൂക്കിഴക്കേതിലെയും ഉറുമ്പിക്കുന്നതിലെയും രണ്ട് കുടുംബങ്ങളിലെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഏവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ. നാം ഇന്ന് ദുഃഖത്തോടെ ഒന്നിച്ചു നിൽക്കുന്നു. എന്നാൽ ഇത് പ്രത്യാശയില്ലാത്ത ഒരു ദുഃഖമല്ല. വാഗ്ദാനങ്ങൾ ഇല്ലാത്തവരെ പോലെയല്ല നാം വിലപിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുഞ്ഞമ്മയെ, നമ്മുടെ സഹോദരിയെ, ബാല്യകാല കൂട്ടുകാരിയെ, നമുക്കിടയിലെ പ്രകാശമായിരുന്നവളെ ഇന്ന് നാം സ്നേഹപൂർവം അനുസ്മരിക്കുകയും വിശ്വസനായ ദൈവത്തിൻ്റെ നിത്യമായ കരങ്ങളിൽ അവളെ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നു. സ്വർഗീയ സിംഹാസനത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആശ്വാസകരമായ ഒരു കാര്യം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 30 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത് പോലെ, പുനരുത്ഥാനത്തിൽ അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കും. ദൈവം മരിച്ചവരുടെ ദൈവമല്ല, മറിച്ച് ജീവനുള്ളവരുടെ ദൈവമാണെന്ന് അവിടുന്ന് നമ്മെ ഓർമ്മിപ്പിച്ചു. അങ്ങനെയെങ്കിൽ നാം വിശ്വസിക്കുന്നത് പോലെ കർത്താവിൽ നമ്മിൽ നിന്ന് വേർപെട്ടു പോയവർ നഷ്ടപ്പെട്ടവരല്ല, അവർ അവനിൽ ജീവിക്കുന്നു. വേലൂക്കിഴക്കേതിൽ ഉറുമ്പിക്കുന്നേൽ കുടുംബങ്ങളിലെ പ്രിയപ്പെട്ടവർക്കെല്ലാം കുഞ്ഞുഞ്ഞമ്മ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ തന്നെ ഒരു മാലാഖയെ പോലെയായിരുന്നു എന്നതാണ് എൻ്റെ വിനീതമായ വിശ്വാസം. ഇപ്പോൾ നിത്യതയിൽ ദൈവസാന്നിധ്യത്തിൽ ആനന്ദിച്ചുകൊണ്ട് അവൾ ആ ദൗത്യം തുടരുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. ഞങ്ങളോടൊപ്പം വളർന്ന എൻ്റെ ആ സഹോദരി, ആ ചുറുചുറുക്കുള്ള ആ പെൺകുട്ടിയെ ഞാൻ ഓർക്കുന്നു. തൻ്റെ കുന്നത്തെ അമ്മയെ കാണാൻ മാത്രം ഒരു കുതിരയെപ്പോലെ 2 മൈലോളം അവൾ ഓടി എൻ്റെ വീട്ടിൽ വരുമായിരുന്നു. ആ ഊർജവും സ്നേഹവും ബന്ധങ്ങൾ നിലനിർത്താനുള്ള ആഗ്രഹവും അവളുടെ ഹൃദയവിശുദ്ധി വെളിപ്പെടുത്തുന്നു. ചാർച്ചക്കാർക്കും സഹപാഠികൾക്കും ഇടയിൽ അവളൊരു വിളക്കും കുളിർമയുമായിരുന്നു. ഇന്നും അവളെ നിഷ്കളങ്ക എന്ന് വിളിക്കാൻ ഞാൻ അഭിമാനിക്കുന്നു. കുന്നത്തെ അമ്മയുടെ വീട്ടിലും മലയിലെ അച്ചായൻ്റെ വീട്ടിലും മേൽപ്പുറത്ത് മത്തായി അച്ചായൻ്റെ വീട്ടിലും അക്കരെ അപ്പാപ്പൻ്റെയും മറിയാമ്മ കൊച്ചമ്മയുടെയും വീട്ടിലും ഒക്കെ അവൾ അങ്ങേയറ്റം സ്നേഹിക്കപ്പെട്ടു. ആ സ്നേഹത്തിന് സാക്ഷിയാകാൻ, അത് ആസ്വദിക്കാൻ ദൈവം എനിക്ക് കൃപ നൽകി. അതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അവളുടെ ഭർത്താവിൻ്റെ വേർപാടിന് ശേഷം യെശയ്യാവ് 54:5 വചനം, നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ് എന്ന് ഒരിക്കൽ ഞാൻ അവളുമായി പങ്കുവെച്ചു. അവൾ അന്ന് സത്യസന്ധമായി മറുപടി നൽകി, ജോസെ, സംസാരിക്കാൻ ആരുമില്ലാത്ത, ജീവിതം പങ്കുവയ്ക്കാൻ ആരുമില്ലാത്ത ആ ഏകാന്തത അനുഭവിച്ചറിയാത്തവർക്ക് ആ വേദന മനസ്സിലാക്കാൻ കഴിയില്ല. അതായിരുന്നു അവളുടെ ആത്മാർത്ഥത. തൻ്റെ മാനുഷികമായ പ്രയാസങ്ങൾ അവൾ മറച്ചു വെച്ചില്ല. എന്നാൽ ഇന്ന് നാം വിശ്വസിക്കുന്നത് ഇതിലും വലിയൊരു സത്യമാണ്. ഇന്ന് കുഞ്ഞുഞ്ഞമ്മ ഒറ്റയ്ക്കല്ല, അവൾ സന്തോഷത്തിൻ്റെ പറുദീസായിലാണ്. നമുക്ക് മുൻപേ പോയ പ്രിയപ്പെട്ടവരെ കണ്ട് ദൈവസാന്നിധ്യത്തിൽ അവൾ ആനന്ദിക്കുന്നു. വെളിപാട് 14:13 വാക്യം ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു, കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ അധ്വാനങ്ങളിൽ നിന്നും വിശ്രമിക്കുന്നു, അവരുടെ പ്രവൃത്തികൾ അവരെ പിന്തുടരുന്നു. അവളുടെ പ്രവൃത്തികൾ അവളെ പിന്തുടരുന്നു. അവളുടെ സ്നേഹവും കാരുണ്യവും വിശ്വാസവും അവളെ പിന്തുടരുന്നു. നമ്മുടെ വിശ്വാസം നൽകുന്ന ആശ്വാസം എത്ര വലുതാണ്! മരണസമയത്ത് കാരുണ്യവും, മരണസമയത്ത് ആശ്വാസവും, മരണസമയത്ത് ദൈവ സാന്നിധ്യവും വാഗ്ദാനം ചെയ്യുന്ന മറ്റേത് വിശ്വാസ സംഹിതയാണ് ഉള്ളത്? ഒരാത്മാവിന് ഇതിൽ കൂടുതൽ മറ്റെന്താണ് ആഗ്രഹിക്കാനുള്ളത്? സങ്കീർത്തനം 48:14 വാക്യം ഉറപ്പ് നൽകുന്നു, ഈ ദൈവം എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു, അവൻ നമ്മെ മരണം വരെ വഴി നടത്തും,
അവൻ നമ്മെ മരണത്തിലൂടെ നയിക്കുന്നു. കുഞ്ഞുഞ്ഞമ്മയുടെ അസ്വസ്ഥതയുടെ കാലങ്ങളിൽ ചുരുങ്ങിയ നാളുകൾ മാത്രം ആയിരുന്നു എങ്കിൽ പോലും സഹോദരങ്ങളും മക്കളായ മോൻസിയും കുടുംബവും റീനയും കുടുംബവും ഒക്കെ ചെയ്ത സ്തുത്യർഹമായ ശുശ്രൂഷയും സേവനങ്ങളും എടുത്തു പറയേണ്ടതായുണ്ട്. അവൾ നമ്മളിൽ നിന്നും സന്തോഷങ്ങളുടെ പ്രദേശയിലേക്ക് പോയി എങ്കിലും പൂർവാധികം ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളോട് എല്ലാവരോടും ഒപ്പം സജീവമായി വ്യാപരിക്കുവാൻ വേണ്ടി ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്ന ദിവസമോ സമയമോ നമുക്കറിയില്ല. പിതാവിന് മാത്രമേ അതറിയാവൂ എന്ന് യേശു പറഞ്ഞു. എന്നാൽ കർത്താവ് വീണ്ടും വരുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. കാഹളം മുഴങ്ങും, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാമും അവരോടൊപ്പം കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. 1 തെസ്സലോനിക്കർ 4:16-17 വാക്യങ്ങൾ. നമുക്കേവർക്കും പ്രിയപ്പെട്ട ആ ഗീതം ഓർക്കുക. ദൈവകാഹളം ധ്വനിക്കും നേരം കാലം നിലയ്ക്കും, അവിടെ പേര് വിളിക്കുമ്പോൾ ഞാനും ഉണ്ടാകും. അതാകട്ടെ നമ്മുടെ സാക്ഷ്യം, അതാകട്ടെ നമ്മുടെ പ്രത്യാശ. ചാൾസ് സ്പർജൻ സ്വർഗത്തെ വിവരിച്ചത് ക്ഷീണമോ ദുഃഖമോ അന്യമായ വളരെ അകലെയുള്ള സന്തോഷകരമായ ഒരു നാടായിട്ടാണ്. ആകാശത്തിനപ്പുറം സ്വർണമതിലുകളുള്ള ശോഭയേറിയ നഗരം. അവിടെ ക്ഷീണിതർ വിശ്രമിക്കുന്നു, ദുഷ്ടന്മാർ ആരെയും ശല്യപ്പെടുത്തുന്നില്ല. അവിടെ നമ്മുടെ പ്രിയപ്പെട്ടവർ അധ്വാനഭാരങ്ങളില്ലാതെ നിത്യസന്തോഷത്തിന്റെ പച്ചപ്പുറങ്ങളിൽ ഇരിക്കുന്നു. മരണക്കിടക്കയിൽ വെച്ച് ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, നമ്മൾ സ്വർഗത്തിൽ എത്തുമ്പോൾ താങ്കൾ എന്നെ തിരിച്ചറിയുമോ? അദ്ദേഹം പറഞ്ഞു, ഇവിടെ ആയിരുന്നപ്പോൾ ഉടനീളം എനിക്ക് നിന്നെ അറിയാമായിരുന്നു. അപ്പോൾ സ്വർഗത്തിൽ എത്തുമ്പോൾ ആ അറിവ് കുറഞ്ഞു പോകുമെന്ന് നീ കരുതുന്നുണ്ടോ? നമുക്ക് ഇവിടെ പരസ്പരം അറിയാമെങ്കിൽ വേദനയും ദുഃഖവുമില്ലാത്ത ആ മഹത്വത്തിൽ എത്രയോ വ്യക്തമായി നമുക്ക് പരസ്പരം തിരിച്ചറിയാൻ സാധിക്കും. പ്രിയ കുടുംബാംഗങ്ങളെ, ഇന്ന് നാം ദുഃഖിക്കുന്നു, എങ്കിലും നാം ദൈവത്തിൽ വിശ്വസിക്കുന്നു. വിശ്വസ്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ കുഞ്ഞുഞ്ഞമ്മയെ നാം ഭരമേൽപ്പിക്കുന്നു. കർത്താവ് ഓരോ ദുഃഖിത ഹൃദയങ്ങളെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഭവനങ്ങളെ അവിടുത്തെ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. മരണത്തിനല്ല, ക്രിസ്തുവിനാണ് അവസാന വാക്ക് എന്ന ഉറപ്പോടെ അവിടുന്ന് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, അവിടുന്ന് എന്നേക്കും ഞങ്ങളുടെ ദൈവമാകുന്നു. മരണം വരെ ഞങ്ങളെ വഴി നടത്തുന്നവനും അവിടുന്ന് തന്നെയാണ്. കുഞ്ഞുഞ്ഞമ്മയെ അങ്ങയുടെ സ്നേഹനിധിയായ സാന്നിധ്യത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അവൾ നയിച്ച ജീവിതത്തിനും പങ്കുവെച്ച സ്നേഹത്തിനും ബാക്കി വെച്ചുപോയ ഓർമ്മകൾക്കുമായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിൽ മരിക്കുന്നവർ ഭാഗ്യവാന്മാരും വിശ്രമിക്കുന്നവരുമാണ് എന്ന വാഗ്ദത്തത്തിനായി സ്തോത്രം. ഇവിടെ ദുഃഖിക്കുന്ന ഓരോ ഹൃദയത്തെയും ആശ്വസിപ്പിക്കണമേ. വെലുക്കിഴക്കേതിൽ ഉറുമ്പിക്കുന്നേൽ കുടുംബാംഗങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദുഃഖത്തിന് പകരം അങ്ങയുടെ സമാധാനവും, ഏകാന്തതയ്ക്ക് പകരം അങ്ങയുടെ സാന്നിധ്യവും, ഭയത്തിന് പകരം പ്രത്യാശയും നൽകണമേ. ഞങ്ങളുടെ പേര് വിളിക്കപ്പെടുന്ന ആ ദിവസത്തിനായി ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമേ. കാഹളം മുഴങ്ങുമ്പോൾ സന്തോഷത്തോടെ അങ്ങയുടെ സന്നിധിയിൽ നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ മഹത്വമുള്ള പ്രഭാതം വരെ ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.